നമസ്കാരം സാർ. നമസ്കാരം. ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുന്നു, മിഹിർ മുഹമ്മദ്. അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. സ്കൂളിനെതിരായിക്കൊണ്ട് നടക്കുന്നുണ്ട്, വൈസ് പ്രിൻസിപ്പളിനെതിരായിക്കൊണ്ട് നടക്കുന്നുണ്ട്. ആ കുട്ടിയുടെ അമ്മ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പരാതി പറയുന്നുണ്ട്. ഇപ്പം വന്നൊരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ചതിൻ്റെ പുറത്താണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കുട്ടികളെയൊക്കെ തന്നെ ഡീബാർ ചെയ്യുമെന്ന് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണി ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അത് അന്വേഷിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, മാത്രമല്ല നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അല്ല, ഞാൻ മനസ്സിലാക്കുന്ന വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹം നേരിടുന്ന ഒരു വലിയൊരു വെല്ലുവിളികളിലൊന്ന് തന്നെയാണ് ഇപ്പോൾ മിഹിറിൻ്റെ ആത്മഹത്യ. ശരിക്കതാണ്. കാരണം നമ്മളുടെ കുട്ടികളെ സംബന്ധിച്ച് ഇത്തരം ഒരു ചെറിയ പ്രശ്നം പോലും നേരിടാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ സാമാന്യം ഞാൻ അറിയുന്നത് എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂള്. അവിടുത്തെ അധ്യാപകർ തന്നെ എനിക്കറിയാം. സാമാന്യം നല്ല നിലയ്ക്ക് പഠിപ്പിക്കുന്ന ആ തരത്തിൽ ചില അധ്യാപകർ തന്നെയാണ് അതിനകത്തുള്ളത്. പക്ഷെ അവിടെ ആ തരത്തിലൊരു സ്ഥാപനത്തിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി ഇത്തരത്തിൽ എങ്ങനെ മരിച്ചു എന്നുള്ളൊരു വലിയ ചർച്ചാ വിഷയമാണ്. ഒരുപക്ഷെ ഇനി അവിടെ റാഗിങ് ഉണ്ടായിരുന്നു എന്നറിയില്ല. ഞാൻ പറഞ്ഞു കേട്ടത് ആ കുട്ടിയുടെ നിറം കറുത്ത നിറം മറ്റായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കറുപ്പ് നിറത്തെക്കുറിച്ച് സഹപാഠികളായിരിക്കുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് മനോവേദന ഉണ്ടായിട്ട് ആ കുട്ടി വീട്ടിൽ വന്നതിന് ശേഷം സൂയിസൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന് സാധ്യതയുണ്ട്. വാസ്തവത്തിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാവാം. കാരണം പലപ്പോഴും ഈ ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളൊക്കെ തന്നെ പറയാറുണ്ട്, കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കളറിനെക്കുറിച്ച് പോലും അങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നൊരു വളരെ സാർവത്രികമായിട്ടുള്ള സ്വഭാവമുണ്ട്. അത് നല്ലതുമല്ല. ശരിക്കും അത് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് എന്തുകൊണ്ട് തിരുത്തപ്പെട്ടില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അതാണ് ഒന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ അലട്ടിയൊരു പ്രശ്നം ഈ ഒരു ചെറിയൊരു സംഭവത്തിൻ്റെ പേരിൽ, ഞാൻ ചെറുതെന്ന് പറയാനുള്ള കാരണം, നിറത്തിൻ്റെ പേരിൽ കുട്ടിയെ അപമാനിക്കുന്ന സമയത്തുണ്ടാവുന്ന മനോവേദന ഉണ്ടാകുന്ന നിലയിലേക്കുള്ള കുട്ടിയുടെ ഒരു മാനസിക നില, ആ മാനസിക നില ഇങ്ങനെ ആക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം മാറി എന്നുള്ളതാണ് എൻ്റെ വിഷയം. കാരണം കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമാണത്. അതങ്ങനെയല്ല. കാരണം ഇത് നാളെ ആൺകുട്ടി മാത്രം, പെൺകുട്ടികൾ അങ്ങനെയാവാം, ആൺകുട്ടികൾ അങ്ങനെയാവാം. ഓരോരുത്തരെയും ആരെയും സംബന്ധിച്ചും എന്തെങ്കിലും കളിയാക്കി പറയാവുന്ന നിരവധി കാര്യങ്ങൾ എല്ലാവരെയും സംബന്ധിച്ചുണ്ട്. അപ്പോൾ ആ തരത്തിൽ സംഭവത്തിൻ്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം സംജാതമാക്കി എന്നുള്ളതിനകത്ത് ആരൊക്കെയാണ് കുറ്റവാളികൾ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഞാനിപ്പോൾ അവരെ കുറ്റവാളികൾ ശിക്ഷിക്കണം എന്നുള്ള നിലയ്ക്കല്ല. ഇതിനകത്തുള്ള കുറ്റവാളികൾ നമ്മൾ ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താൻ സാധ്യമല്ല, എനിക്ക് തോന്നുന്നില്ല. അതിലേകദേശം കളിയാക്കുന്ന കുട്ടികൾ മാത്രമാണെന്ന് നിർബന്ധമില്ല. അധ്യാപകരുടെ പങ്കാളിത്തം കുറച്ചൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇവരുടെ രക്ഷകർത്താക്കളുടെ കുറ്റം കുറച്ചുണ്ടാവാം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ അധികൃതരുടെ ഭാഗത്തുള്ള കുറ്റങ്ങളുണ്ടാവാം. ഏതാണെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സമ്മിളിതമായിരിക്കുന്ന രൂപമാണ് ഈ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന പ്രശ്നം. ഈ തമിഴ് നടി സമന്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മിഹിറിൻ്റെ ആത്മഹത്യ വല്ലാതെ എന്നെ സ്വാധീനിച്ചു, വിഷമിപ്പിച്ചു. കാരണം ഈ പറയുന്നത് പോലെ റാഗിങ് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരവൽക്കരിച്ച് തള്ളേണ്ട ഒരു സാധനമല്ല, ഒരു സംഭവമല്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധിയായ കുട്ടികൾ ഇന്ത്യയിലെമ്പാടും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരെ തകർത്ത് കളയുന്നുണ്ട് റാഗിങ്. എല്ലാ മനുഷ്യനും ഒരുപോലെ അത് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇപ്പോൾ നമ്മുടെ വയനാട്ടിലെ വെറ്റിനറി കോളേജ്, പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അതിക്രൂരമായി റാഗ് ചെയ്തു എന്ന് മാത്രമല്ല, ക്രൂരമായിട്ടാണ് മരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ വയറ്റിൽ വെള്ളം പോലും ഇല്ലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പോൾ ആ തരത്തിലേക്ക് കൂടെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെങ്കിലുമൊക്കെ പേരിൽ റാഗ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് മാറ്റപ്പെടേണ്ടത് തന്നെയല്ലേ? ഇതിനകത്ത് രണ്ട് തരത്തിലെടുക്കാം. റാഗിങ്ങിൻ്റെ ഒരു പോസിറ്റീവ് വശം കൂടി എടുക്കണം. ഈ കുട്ടികളെ കളിയാക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ പരിധി വിടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകും. ഇപ്പം നമ്മളൊക്കെ തന്നെ പഠിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളായിരിക്കുന്ന ആളുകൾ നമ്മളെ കളിയാക്കാറുണ്ട്, അധ്യാപകർ കളിയാക്കും. അത് പഠിത്തത്തിൻ്റെ കാര്യത്തിലായിരിക്കും, നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിലായിരിക്കും, മറ്റു പല കാര്യങ്ങളും അവർ നമ്മളെ കളിയാക്കാറുണ്ട്. ഈ കളിയാക്കുന്നതിന് ഏത് തരത്തിലെടുക്കണം, അതിനെ നേരിടാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഈ നമുക്ക് വരുന്ന നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഒരു ആത്മശക്തി കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം കുട്ടികളിൽ ഈ തരത്തിലൊരു ആത്മഹത്യാ പ്രവണത പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചെറിയ വിഷയങ്ങൾ പോലും വേണമെങ്കിൽ ഊതിപ്പെരിപ്പിക്കാം. വളരെ ചെറിയ പ്രശ്നമായിരിക്കാം. എന്നെ കളിയാക്കി, എന്നെ നോക്കി, എന്നോട് അത് പറഞ്ഞു, എന്നോട് ഇത് പറഞ്ഞു, വീട്ടിലാരും ഇല്ലയെന്ന് പറഞ്ഞു, ഇത്യാദി നിരവധി കാര്യങ്ങൾ പറയാം. ഈ കാര്യങ്ങൾ പറഞ്ഞ അവസാനം കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ട രീതിയിലേക്ക് നമ്മുടെ പൊതുസമൂഹം എത്തിച്ചു എന്നുള്ളതാണ് വലിയൊരു വിഷയമുള്ളത്. നമുക്കറിയാമല്ലോ, പഴയ കാലത്ത് നമ്മളുടെയൊക്കെ ഇവിടെ
നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തൊട്ട് അയൽവക്കത്തെ വീട്ടുകാർ നമ്മളോട് ചോദിക്കും, നീ എവിടേക്കാണ് പോണേ എന്ന് ചോദിക്കും. നമ്മുടെ അല്പനേരം വൈകി വന്നിട്ട് വീട്ടുകാരും ചോദിക്കും, അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള കടക്കാരൻ ചോദിക്കും, എവിടെ പോരുന്നു എന്നുള്ളത് ചോദിക്കും. ഇന്നിപ്പോൾ അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുക അവർ നമ്മൾ സദാചാര പോലീസാന്ന് പറയും. ഞാൻ മനസ്സിലാക്കുന്നൊരു വസ്തുതയുണ്ട്. ഈ സദാചാര പോലീസ് എന്ന് വിളിക്കുന്ന പേരുണ്ടാക്കിയിട്ടുള്ള പ്രധാനമായിട്ട് 2 കൂട്ടരാണ്. ഒന്ന് ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയ, രണ്ടാമത്തെ മാധ്യമപ്രവർത്തകർ. ഈ 2 പേരും തമ്മിൽ അവിഹിതമായിട്ടുള്ള സഖ്യമാണ് സദാചാര പോലീസിന്റെ സന്തതി. ഇതാണ് ഞാൻ ചെറിയ ഉദാഹരണം പറയാവുന്നുണ്ട്. എനിക്കടുത്ത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു വിദ്യാലയമുണ്ട്. അവിടെ വിദ്യാലയത്തിൽ ഒരു കുട്ടി മദ്യപിച്ചിട്ട് ക്ലാസ്സിലെത്തി. ആ വിദ്യാലയത്തിൽ പോയ സമയത്താണ് അവിടുത്തെ അധ്യാപിക പ്രിൻസിപ്പളാണ് അവർ കുട്ടിയുടെ രക്ഷകർത്താവിനെ വിളിക്കുന്നു. രക്ഷകർത്താവിനോട് ചോദിക്കുന്നു, ഇങ്ങനെ നിങ്ങളുടെ കുട്ടി 9ാം ക്ലാസ്സിലാണ്, മദ്യപിച്ചാണ് ക്ലാസ്സിൽ വന്നത്. രക്ഷകർത്താവിൻ്റെ ചോദ്യം, അവൻ മദ്യപിച്ചത് നിങ്ങൾക്ക് എന്താണെന്നാണ് ചോദ്യം. ഈ തരത്തിലുള്ള പ്രാകൃതമായുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രക്ഷകർത്താക്കന്മാരും ഈ തരത്തിലുള്ള സദാചാര വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് അവരുടെ ഉത്തരവാദിയാണ്. ഞാൻ മറ്റൊരു സംഭവം കൂടി പറയാം. തേവരയ്ക്കടുത്തുള്ള വേറൊരു സ്കൂളുണ്ട്, ഞാൻ വിദ്യാലയത്തിൻ്റെ പേര് പറയുന്നില്ല. അവിടെയുള്ള വിദ്യാലയത്തിൽ ഒരു കുട്ടി, ആ കുട്ടി സ്ഥിരമായിട്ട് പുതിയ ഫോൺ ഉപയോഗിച്ചു. ഒരു ഐഫോണാണ് ആ കുട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ അവിടുത്തെ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലെ അധ്യാപികയ്ക്ക് അറിയാം, അവർ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അറിയാം. അപ്പോൾ പേരൻറ്റിനെ വിളിച്ചു ചോദിച്ചു, ഈ കുട്ടി ഐഫോണാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഉടനെ എൻ്റെ പേരൻറ്റിൻ്റെ ഉത്തരം, ഞാനാണ് അവൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ഈ പേരൻറ്റിനെ സംബന്ധിച്ച് ഐഫോണും സാധാരണ ഫോണും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞുകൂടാ. പിന്നെയാണ് കുട്ടിയെ പോലീസ് പിടിക്കുകയാണ്. പെൺകുട്ടി അവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പ്രശ്നം, അവൾ മയക്കുമരുന്നിൻ്റെ കച്ചവടത്തിൻ്റെ ഏജൻ്റായിരുന്നു. ഈ പല മയക്കുമരുന്ന് കച്ചവടക്കാരും ഏജന്റുമാരായിട്ട് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെയാണ്. വിദ്യാർത്ഥികളുടെ ഇൻ്റർവെൽ സമയത്ത് ഒരുപക്ഷെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നിന്ന് സംഭവിക്കാൻ സാധ്യത കുറവാണ്, പക്ഷേ ഇല്ലയെന്നും പറയാൻ സാധ്യമല്ല. തൃപ്പൂണിത്തുറ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിദ്യാലയത്തിൽ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോയിട്ട് LKGയിലാണോ UKGയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ പഠിക്കുന്ന കുട്ടി ഇറങ്ങിപ്പോയിട്ട് 2 കിലോമീറ്റർ ദൂരം പോയിട്ടാണല്ലോ വിദ്യാലയക്കാർക്ക് കുട്ടി പുറത്തു പോകുന്നവർ അറിയാൻ വേണ്ടി പറ്റിയത്. അതെ, ഈ തരം സംഭവങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധത്തിൻ്റെ അഭാവമില്ലേ, അതെല്ലാ സ്ഥലത്തും വളരെ നിഴലിച്ച് കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഈ കുട്ടികളോട് സംസാരിക്കാൻ ആരുമില്ല, കുട്ടികളോട് പറയാനായിട്ട് ആരുമില്ല, അവർ തെറ്റുകളെ സംബന്ധിച്ച് അവരെ പഠിപ്പിക്കാൻ ആരുമില്ല, അതിനെ സംബന്ധിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ച് അവൻ സ്വയമായിട്ട് അവൻ വളരുന്നു. അതിനുശേഷം നമ്മളതിന് ചില വാക്കുകൾ ഉപയോഗിക്കുന്നു. അവന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അവന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അവന് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ കണ്ട് അവൻ യഥാർത്ഥ മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കണം ഈ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. ഇന്ന് മാത്രമല്ല, കുട്ടികളെ വല്ലാണ്ട് പാനിക്കാക്കണം പേരൻസ് അടക്കമുള്ളവർ, അധ്യാപകരോടൊക്കെ ഉള്ളവർ. എല്ലാവരും 1ാം സ്ഥാനത്ത് എത്തിക്കാനുള്ള മത്സരത്തിലാണ് കുട്ടികളെ. അതുകൊണ്ട് ചെറിയൊരു കളിയാക്കൽ ഇവന് സഹിക്കാൻ പറ്റില്ല. ഇവനാണ് മോശം, ഇവൻ 2ാം സ്ഥാനം ചിന്തിക്കാനേ പറ്റില്ല. ഇവൻ എല്ലാ സ്ഥലത്തിനും 1ാം സ്ഥാനത്ത് എത്തണം. അവസാനം എവിടെ എത്തുക? കേരളത്തിൽ ഏത് കുട്ടിയാണ് 1ാം സ്ഥാനത്ത് എത്തണത്? നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം JNUവിലല്ല, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ നിന്ന് ഏകദേശം 300ഓളം വിദ്യാർത്ഥികൾ അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് 2 കുട്ടികളാണ് പാസ്സായത്. ബാക്കി എല്ലാവരും തോറ്റുപോയി. അതിന് കാരണം കേരളത്തിലെ കുട്ടികൾ പുറത്ത് വിദ്യാലയത്തിൽ പോയിട്ട് അവർക്ക് ഉന്നതമായുള്ള രീതിയിൽ വിജയം കരസ്ഥമാക്കാൻ പാകത്തിനുള്ള വിദ്യാഭ്യാസ നിലവാരം കേരളത്തിലില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് സംഭവം നമുക്കറിയാലോ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്താ പറഞ്ഞ്, ആ വിദ്യാലയത്തിന് NOC ഇല്ല. 2 വിദ്യാലയത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ആ 2 വിദ്യാഭ്യാസ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനും പിന്നെ അതുപോലെ ഈ കുട്ടി നേരത്തെ പഠിച്ചത് ജെംസോ അങ്ങനത്തെ വിദ്യാലയത്തിൻ്റെ പേര്, ആ 2 വിദ്യാലയത്തിനും NOC ഇല്ല എന്നൊക്കെയാണ്. ഇതെന്ത് പറയാൻ എന്ത് അധികാരമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കുള്ളത്? അല്പെങ്കിലും അന്തസ്സാ പുള്ളിക്കുണ്ടോ? അല്പെങ്കിലും ഉളുപ്പാ പുള്ളിക്കുണ്ടോ? ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ആ പുള്ളി ഈ ഒരു NOC ഇല്ലാത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ എങ്ങനെ നടത്തിക്കൊണ്ടു പോവുക? എങ്ങനെ ആരെ അനുവാദം കൊടുക്കുക? കേരളത്തിൽ NOC ഇല്ലാതെ കണ്ട് ഇവിടെ CBSE സ്കൂൾ നടത്താൻ പറ്റുമോ? ICSE സ്കൂൾ നടത്താൻ സാധിക്കുമോ? ഈ തരത്തിൽപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ NOC ഇല്ലാതെ കണ്ട് നടത്താനായിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് പങ്കുണ്ട്. താരതമ്യേന മെച്ചപ്പെട്ട ഡയറക്ടർ ആയിരുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹത്തെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും എല്ലാവർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ കണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ അനുമതി ഇല്ലാതെ കണ്ടാണ്
ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അടച്ചുപൂട്ടാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തുന്നതിന് യാതൊരു കാര്യമില്ല. അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വഴിവെച്ചു കൊടുത്ത് വിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ ആത്മഹത്യയിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നതിനോട് ചോദിച്ചാൽ അതിനകത്ത് പങ്കുള്ളത് വിദ്യാഭ്യാസ അധികൃതർക്ക് പങ്കുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന് പങ്കുണ്ട്, ഈ കുട്ടിയുടെ സഹവിദ്യാർത്ഥികൾക്ക് പങ്കുണ്ട്, അവിടുത്തെ അതിൻ്റെ പേരൻസിന് വരെ ഈ വിഷയത്തിൽ പങ്കുണ്ട്. ഇവർക്ക് ആർക്കും വിഷയത്തിൽ നിന്ന് മാറിയിക്കാൻ സാധ്യമല്ല. കാരണം ഒരു കുട്ടിയുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. നാളെ മറ്റൊരു കുട്ടിയുടെ ജീവൻ പൊലിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള വിഷയത്തെ പഠിക്കണം, മനസ്സിലാക്കണം, അതിനുശേഷം നടപ്പിൽ വരുത്താൻ സാധിക്കണം. അതല്ലെങ്കിൽ ഗ്ലോബൽ സ്കൂളിൽ സംഭവിക്കുന്ന ഈ പറയുന്ന പാവപ്പെട്ട, എനിക്ക് ആ മെഹർ പോലുള്ള എന്ന് പറയുന്ന 14-15 വയസ്സ് പോലും പ്രായം ഉണ്ടാവില്ല, ചെറിയ കുഞ്ഞാണ്, ആ കുഞ്ഞിൻ്റെ ജീവനാണ് പൊലിഞ്ഞത്. ഈ തരം ഒരു കുട്ടി നമ്മൾ വേർപെട്ടു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കേണ്ടത് ആവശ്യമാണ്. കൃത്യമായിട്ടുള്ള നടപടികൾ എല്ലാ ഭാഗത്തും ഉണ്ടാവേണ്ടതാണ്. അത് മുഖം നോക്കാൻ നടപടിയെടുക്കണം. ആ നടപടി എടുക്കുന്നവർക്കെതിരായിട്ട് നടപടി വേണമെന്നുള്ളത് കൂടി അതിനുമേലുള്ള ആൾ ചിന്തിക്കേണ്ട ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും.